ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം അനമിസാണ്. ഓക്കെ, മക്കളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ വെക്കേഷനൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു വെക്കേഷന്റെ ഇടയിലും ചെറിയ സമയം നമ്മൾ പഠിക്കാൻ കൂടെ മാറ്റി വെക്കണം എന്നുള്ളത് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ലൈവൊക്കെ നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യുക, ചെറിയൊരു സമയത്ത് ലൈവേ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വെക്കേഷൻ ഇടയിൽ നിങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമൊക്കെ കഴിഞ്ഞ് വൈകിട്ടൊക്കെ നമ്മളെ ലൈവൊക്കെ വരുമ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ നമ്മളെ യൂട്യൂബ് ചാനൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഓരോ തവണ ഇടുന്ന കുഞ്ഞു വീഡിയോസുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങളെ മുന്നോട്ടേക്കുള്ള അക്കാദമിക് ഇയറിൽ എൻ്റെ കുട്ടികൾക്ക് പഠിക്കേണ്ട കാര്യങ്ങളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ സംസാരിക്കുന്നുണ്ടായിരിക്കുക. സോ അതൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ദെൻ നിങ്ങളെ ഫ്രണ്ട്സിനോടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വിവരം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന് നമ്മൾ കളിച്ചുകൊണ്ട് നമ്മളെ വെക്കേഷൻ ഇതാ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാണ്. സോ സിമ്പിളായിട്ട് നമ്മൾ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു, എന്താണ് നമ്പർ ലൈൻ എന്നുള്ളത് അല്ലേ. കുറച്ച് നമ്പേഴ്സിനെ നമ്മൾ ഒരു ലൈനിൽ ഹാങ് ചെയ്തിടുന്ന പോലെ അല്ലേ, അത് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നമ്പർ ലൈൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു നമ്പർ ലൈനിൽ നമുക്ക് ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും ഭയങ്കര സിമ്പിൾ ആണ്. സോ ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. കുറച്ച് നമ്പേഴ്സുകൾ ആഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റൂല്ലേ. ഇവിടെ ഏതൊക്കെയാണ് നമ്പേഴ്സുകൾ? ഫസ്റ്റ് നമ്പർ 3+2 ആണ്. 3നോട് 2 കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലെ. 3നോട് 2 കൂട്ടിയാൽ എനിക്ക് 5 ആണ് ഉത്തരം കിട്ടുക, 5 ആണ് എനിക്ക് കിട്ടുക. ഇതെങ്ങനെയാണ് ഞാൻ ആ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത് നോക്കിയാലോ. സോ ഞാൻ സ്റ്റാൻഡ് ചെയ്യുന്നത് 3യിലാണ്, 3ലാണ് ഞാൻ നിൽക്കുന്നത്. സോ 3ൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം, 2 ആഡ് ചെയ്യണം. സോ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, പോസിറ്റീവ് നമ്പേഴ്സുകൾ ഉള്ളത് നമ്മളെ നമ്പർ ലൈനിൽ റൈറ്റ് സൈഡിലേക്കാണ്. സോ നിങ്ങൾ ആഡ് ചെയ്യുമ്പം എപ്പോഴും നമ്പർ ലൈനിൽ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ എത്ര ചാട്ടം ചാടണം? 3നോട് 2 കൂട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 ചാട്ടം ചാടണം. സോ 2 ചാട്ടം ചാടിക്കഴിഞ്ഞാൽ നമ്മളെ നമ്പർ ലൈനിൽ ഏത് നമ്പറിൽ എത്തിച്ചേരും? 5 എന്നുള്ള നമ്പറിൽ എത്തിച്ചേരും. സോ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയത് ആരെ തന്നെയാണ്? 5 ആണ്. സോ അടുത്ത നമ്പർ നോക്കിക്കേ, സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ 7+5, 7നോട് 5 കൂട്ടണം. നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, നമ്പർ ലൈനിൽ തന്നെ റെപ്രസെന്റ് ചെയ്യാം. സോ ഞാൻ നിൽക്കുന്നത് 7 എന്നുള്ള നമ്പറിലാണ്, 7ൽ നിൽക്കുന്നു. 7നോട് 5 ആഡ് ചെയ്യണം. സോ ഞാൻ മൂവ് ചെയ്യേണ്ടത് റൈറ്റ് സൈഡിലേക്കാണ്. അപ്പൊ 5 ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ 5 ചാട്ടം എന്ത് ചെയ്യണം, മുന്നോട്ടേക്ക് ചാടണം. നോക്കിക്കേ, 5 ചാട്ടം മുന്നോട്ട് ചാടിയാൽ ഞാൻ എത്തി നിൽക്കുന്ന നമ്പർ 12 ആണ്. സോ എൻ്റെ ഉത്തരവും എന്ത് തന്നെയായിരിക്കും? 12, 12 ആയിരിക്കും. സോ ഭയങ്കര സിമ്പിൾ ആണ് 2 നമ്പേഴ്സുകൾ നമ്പർ ലൈനിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. സോ ബാക്കിയുള്ള 2 നമ്പേഴ്സിന്റെ ആൻസർ എന്താണ് വരിക എന്നുള്ളതും അത് നമ്പർ ലൈനിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. കഴിഞ്ഞില്ല, ഇനി നമുക്ക് കുറച്ച് നമ്പേഴ്സിനെ സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കാം. മൈനസ് ചെയ്യാനും ഭയങ്കര സിമ്പിൾ ആണ്. ആഡ് ചെയ്യുമ്പം റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമ്പർ ലൈനിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്താൽ മതി. സിമ്പിൾ ആണടാ. നോക്കിക്കേ, ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ 9 - 5 ആണ്. 9നോട് 5 മൈനസ് ചെയ്യണം. സോ നിങ്ങൾ നമ്പർ ലൈനിൽ 9 എന്നുള്ള നമ്പറിലാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്. നമ്പർ ലൈനിൽ നമ്മൾ 9 എന്നുള്ള നമ്പറിൽ സ്റ്റാൻഡ് ചെയ്തു. ഇനി അതിനോട് എനിക്ക് 5 മൈനസ് ചെയ്യണ്ടേ. സോ 5 മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യണം. അപ്പം പുറകോട്ടേക്ക് നമ്മൾ 5 ചാട്ടം ചാടണം അല്ലേ. അപ്പം നോക്കടാ, 1 2 3 4 5. അപ്പം 5 ചാട്ടം ചാടിയാലും ഞാൻ നമ്പർ ലൈനിൽ ഏത് നമ്പറിൽ എത്തി നിൽക്കുക? 4 എന്നുള്ള നമ്പറിൽ എത്തി നിൽക്കുന്നുണ്ടാവും. സോ എൻ്റെ ആൻസറും എത്ര തന്നെയായിരിക്കും? 4 ആയിരിക്കും. ഭയങ്കര സിമ്പിൾ ആണ് അല്ലേ. ഇനി അടുത്തത് 6ൽ നിന്ന് 5 പോയാൽ എനിക്കറിയാം 1 ആണ് ഉത്തരം. അത് ഇതേപോലെ സിമ്പിളായിട്ട് 6ൽ ഞാൻ നമ്പർ ലൈനിൽ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 5 ചാട്ട പുറകിലേക്ക് ചാടി നോക്കിക്കേ, 1 2 3 4 5 എത്തുന്നത് എവിടെയായിരിക്കും? 1 എന്നുള്ള നമ്പറിലായിരിക്കും. ദെൻ അടുത്ത 2 നമ്പേഴ്സും ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുകയാണ്. അടുത്തത് എന്താണടാ? 6 - 8. 6നോട് 8 മൈനസ് ചെയ്യണം. അപ്പം ഞാൻ നമ്പർ ലൈനിലേക്ക് പോയിട്ടോ, നമ്പർ ലൈനിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, 6ൽ ഇതാ ഇങ്ങനെ നിൽക്കുവാണ്. 8 മൈനസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് 8 തവണ ചാടണം. ഓക്കെ, 1 2 3 4 5 6. 6 വരെ എനിക്ക് ചാടാൻ പറ്റുന്നുള്ളൂ. കാര്യം പുറകിലേക്ക് ചാടാൻ എനിക്ക് ഇനി നമ്പേഴ്സ് ഇല്ല. പിന്നെയോ 7 8, ഇനിയും 2 ചാട്ടം കൂടെ ചാടിയാലേ എനിക്ക് ആൻസർ കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ആൻസർ ഉണ്ടോ? ഇല്ല. 0 കഴിഞ്ഞ് പുറകിലേക്ക് എനിക്ക് നമ്പർ ഒന്നും കാണാനില്ല. ഓക്കെ, അതും അവിടെ ഞാൻ പെൻഡിങ് ആയിട്ട് വെച്ചു. ദെൻ 4 - 5. 4 - 5 എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരം ഉണ്ടോ എന്നുള്ളത് ഞാനൊന്ന് നമ്പർ ലൈനിൽ നോക്കട്ടെ. ഞാൻ 4ലാണ് നിൽക്കുന്നത്. 5 കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ 5 ചാട്ടം ഞാൻ എന്ത് ചെയ്യണം? പുറകിലേക്ക് ചാടണം. 1 2 3 4 5. എടാ 4 വരെ ചാടിയപ്പോൾ ഞാൻ 0-ലെത്തി. ഒരു ചാട്ടവും കൂടെ ചാടണം എന്ന് പറഞ്ഞാൽ 0യുടെ പുറകിലും നമ്പർ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയണം. ശരിയാണോ? യെസ്, 0യുടെ
പുറകിലും നമ്പർ ഉണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ലൈവില് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത്തരത്തിലുള്ള നമ്പേഴ്സിനെ നമ്മൾ എന്ത് വിളിച്ചു? നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് വിളിച്ചു. സോ സീറോയുടെ ഫ്രണ്ടിലേക്ക് റൈറ്റ് സൈഡിലേക്കുള്ള നമ്പേഴ്സുകൾ പോസിറ്റീവ് നമ്പേഴ്സുകളും സീറോയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് നെഗറ്റീവ് നമ്പേഴ്സുകളും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു നമ്പർ ലൈനിൽ എങ്ങനെയാണോ എഴുതുന്നത് ആ ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് ഇവിടെ ബോർഡിൽ കാണിച്ചിട്ടുണ്ടായിരിക്കുക. സോ നേരത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നെ പറയാൻ പറ്റുന്ന കാര്യമാണ് അല്ലെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 6 - 8. 6 - 8 6നോട് 8 മൈനസ് ചെയ്യണം. സോ 6നോട് 8 മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ 8 ചാട്ട പുറകിലേക്ക് ചാടണം. 1 2 3 4 5 6 7 8 8 ചാട്ട പുറകിലേക്ക് ചാടിയാൽ ഞാൻ എത്തുന്ന നമ്പർ 2 ആണോ? അല്ല, -2 ആണ്. സോ എന്റെ ആൻസർ ആയിട്ട് വരുന്നത് -2 ആയിരിക്കും. അടുത്തത് 4 - 5 ആണെങ്കിൽ എങ്ങനെയാ വരിക? 4 - 5. ഞാൻ 4ലാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്. അതിനോട് 5 കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ 5 ചാട്ടം പുറകിലേക്ക് ചാടണം. അപ്പൊ ഞാൻ എവിടെ എത്തി നിൽക്കുന്നത്? -1ലാണ്. -1. അപ്പൊ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഉള്ളൂ. അപ്പൊ ചെറിയ നമ്പറിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് നെഗറ്റീവ് നമ്പേഴ്സിലാണ്. സോ നെഗറ്റീവ് നമ്പേഴ്സ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്ത നമ്പർ ആരൊക്കെയായിരുന്നു എടാ? യെസ്, ഇവിടെ കാണുന്ന -1 -2 -3 -4. ഇത് ഇങ്ങനെ ഇൻഫിനിറ്റ് ഓഫ് നമ്പേഴ്സ് അല്ലെ. ഇത്രയും നമ്പേഴ്സുകൾ ഉണ്ട്. ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ആവുന്നുണ്ടോ? ഇല്ല, ഇൻഫിനിറ്റിയിലേക്ക് പൊക്കോണ്ടിരിക്കുവാണ് അല്ലെ. ഒരുപാട് നമ്പേഴ്സ് ഇങ്ങനെ തുടർന്ന് എഴുതിക്കൊണ്ടിരിക്കാം. നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എങ്ങനെയാണോ പോസിറ്റീവ് നമ്പേഴ്സ് എഴുതിയത് അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്കും നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്താൻ പറ്റും. അപ്പൊ സിമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ബോർഡിൽ കാണുന്ന ഈ 2 ക്വസ്റ്റ്യന്റെയും ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാം ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കിട്ടേണ്ട ആൻസർ നെഗറ്റീവ് നമ്പർ ആയിരിക്കും. അപ്പൊ അത് ആരാണ് എന്നുള്ളത് എന്റെ മക്കൾ എന്ത് ചെയ്യുക? ചാറ്റ് ബോക്സിൽ ഒന്ന് പറയാ. സോ നിങ്ങളെ ആൻസറിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. അതുപോലെ ഇനി വരാനിരിക്കുന്ന ഓരോ വീഡിയോസും നിങ്ങളും വെയിറ്റ് ചെയ്യണം. അപ്പൊ അത് മാത്രമല്ല കേട്ടോ എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് നമ്മളുടെ ബാച്ചിനെ കുറിച്ച് തന്നെയാണ്. സോ നമ്മൾ ഓൺലൈൻ ട്യൂഷൻ ബാച്ചിൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വെക്കേഷൻ സമയത്തും നിങ്ങൾക്ക് ചെറിയൊരു സമയം നമ്മളെ കൂടെ ഇരുന്ന് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കി എടുത്തിട്ട് പുതിയ നമ്മളുടെ സ്കൂളിലേക്ക് അല്ലെങ്കിൽ പുതിയ നമ്മളെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പം എൻ്റെ മക്കളെ എല്ലാവരും ഇപ്പോഴേ ഇരുന്ന് പഠിക്കണം. കളിക്കുന്നതിൻ്റെ ഒരു ചെറിയ സമയം 1 മണിക്കൂറൊക്കെ നമ്മളെ ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ. സോ മറക്കാതെ നമ്മളെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. എല്ലാ മക്കളും ഇപ്പം ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് നമ്മളെ ബാച്ചിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ സമയം ലേറ്റ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ വേഗം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് സീറ്റൊക്കെ ഉറപ്പ് വരുത്തിക്കോളുക. അപ്പോൾ നമ്മൾ എന്തായാലും ഒരുമിച്ച് സൈലത്തിൻ്റെ കൂടെ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാൻ പോവാണ്. സോ ഹോംവർക്കിന് ആൻസറും പറയാൻ മറന്നു പോകരുതേ. ഞാനത് കമന്റ് ബോക്സിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.